Hey there guys and welcome back to Vandi Malayalam. ഇന്ന് നമ്മുടെ പോളാണ് ഏറ്റവും പുതിയ 2025 മോഡൽ TVS Ronin 225. എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് TVS 2025 മോഡലിൽ കൊടുത്തിരിക്കുന്നത്? ഈ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ വാഹനത്തെ ബെറ്റർ ആക്കിയോ അതോ വേഴ്സ് ആക്കിയോ, ഈ കൊടുക്കുന്ന പ്രൈസിന് ഇത് വർത്താണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ഗൈസ്, എൻ്റെ പേര് നിജിൻ, നിങ്ങൾ കാണുന്ന വണ്ടി മലയാളം യൂട്യൂബ് ചാനൽ. സമയം ഒട്ടും കളയാതെ നമുക്ക് തുടങ്ങാം. പ്രധാനമായിട്ടും TVS Ronin നമുക്ക് 3 വേരിയൻസിലാണ് വന്നിരിക്കുന്നത്: ബേസ്, മിഡ് ആൻഡ് ടോപ്പ്. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് മിഡിൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ 2025 മോഡൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവர்கள் തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണുക. കാരണം നമ്മുടെ അനലിറ്റിക്സ് കാണിച്ചു തരുന്നത് വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് വാച്ച് ചെയ്യുന്നതിൽ 80% ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരുന്നിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ചിലപ്പം വിട്ടുപോകുന്നതായിരിക്കും. നമ്മുടെ കണ്ടന്റിലേക്ക് അത്രയും നിങ്ങൾ അങ്ങ് ഇൻവോൾവ് ആയതുകൊണ്ടായിരിക്കാം മേ ബി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അഹങ്കാരമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുക. ആ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഇത്രയും വിഷ്വൽ ക്വാളിറ്റിയിൽ എത്തിക്കാനായിട്ട് ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ ടുഗദർ ഗൈസ്. വീഡിയോയിലേക്ക് പോകാം. ഗ്ലേസിയർ സിൽവർ, ചാർക്കോൾ, എംബർ ഇങ്ങനെ പുതിയ 2 കളർ ഓപ്ഷൻസ് ആണ് ഈ ഒരു മിഡിൽ വേരിയൻറ്റിലേക്ക് TVS 2025 അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഈ 2 കളേഴ്സും ട്രിപ്പിൾ ടോൺ കളേഴ്സ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ്. കാരണം ഇതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന റോണിനുകളിൽ നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രമേ ട്രിപ്പിൾ ടോൺ കളർ സ്കീം അവൈലബിൾ ആയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ ഒരു മിഡിൽ വേരിയൻറ്റിലേക്കും ട്രിപ്പിൾ ടോൺ കളർ സ്കീം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്ന കളറാണ് ഗ്ലേസിയർ സിൽവർ എന്ന് പറയുന്നത്. ചാർക്കോൾ, എംബർ എന്ന കളർ ഒരു മാറ്റ് കളർ ഓപ്ഷനാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് റോണിൽ ഒരു മാറ്റ് കളർ ഓപ്ഷൻ വരുന്നത്. അത് ഈ ഒരു മിഡിൽ വേരിയൻറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല ഈ സെയിം വേരിയൻറ്റിലെ ഈ 2 കളറുകൾ തമ്മിൽ ഏകദേശം 1500 രൂപയുടെ ഡിഫറൻസ് ഉണ്ടെന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. കളർ കഴിഞ്ഞുള്ള അടുത്തൊരു അപ്ഡേറ്റ് ആണ് സീറ്റിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. കുറച്ചും കൂടെ വൈഡറും ലോങ്ങറും ആയിട്ടുള്ള സീറ്റാണ് ഇപ്പോൾ 2025 റോണിന് TVS കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല കുഷനിങ്ങിലും അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ വേരിയന്റിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു സീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി സീറ്റ് സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ. നേരത്തെ 2 പേരിൽ യാത്ര ചെയ്യുന്ന സമയത്തേക്ക് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഒരു 80-90 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്ക് റൈഡറും പില്ലണും ഒരേപോലെ അത്യാവശ്യം ഫട്ടീഗ് വരുമായിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടെ വൈഡർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിറ്റിയിൽ ഓടിക്കുന്ന സമയത്താണെങ്കിലും ടൂറിംഗ് സമയത്താണെങ്കിലും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ലോങ്ങർ ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇന്ന് ഈ ഒരു വണ്ടി നമുക്ക് റിവ്യൂനായിട്ട് തന്നിരിക്കുന്നത് കോട്ടയം TVS ആണ്. നിങ്ങൾക്ക് TVS മോട്ടോർ സൈക്കിൾസ് ആൻഡ് സ്കൂട്ടേഴ്സിൻ്റെ സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്ട് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും കോട്ടയം TVSനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോട്ടയം ജില്ലയിൽ തന്നെ അവർക്ക് ഏകദേശം 6 ഷോറൂംസും അവൈലബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്താവശ്യത്തിനും അവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് മുമ്പുണ്ടായിരുന്ന ജനറേഷൻ റോണിനുകളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സീറ്റ് നനഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സീറ്റിൻ്റെ കവർ എന്ന് പറയുന്നത് വെള്ളം നന്നായിട്ട് അബ്സോർവ് ചെയ്യുന്ന അല്ലെങ്കിൽ വെള്ളത്തെ കടത്തി വിടുന്ന രീതിക്കുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു. അപ്പം അത് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് അറിഞ്ഞിട്ടാവണം TVS ഈ ഒരു വാഹനത്തിൽ അത് മാറ്റിയിട്ട് നോർമൽ ടൈപ്പ് ഒരു കവറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കാഴ്ചയിൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സീറ്റിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഫംഗ്ഷനലി നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ബെറ്റർ സീറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കംഫർട്ടബിളും അതുപോലെ തന്നെ കൺവീനിയന്റുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും തരാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ബ്ലാക്ക് സീറ്റിൽ റെഡ് സ്റ്റിച്ചിങ് ഇതിലൂടെ കൊടുത്തിട്ടുണ്ട്. സോ വാഹനത്തിന്റെ ഓവറോൾ ആ ഒരു കളർ സ്കീമുമായിട്ട് അത് നന്നായിട്ട് തന്നെ ചേർന്ന് നിന്ന് പോകുന്നുണ്ട്. നല്ല ആ ഒരു പ്രീമിയം ഫീൽ സീറ്റിലേക്കും കൊണ്ടുവരാനായിട്ട് TVSനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഗ്രാബറയിൽ വരുന്നുണ്ട്. ഇതിന്റെ ഡിസൈൻ വൈസ് എനിക്കിത് അത്ര ഇഷ്ടമുള്ള ഒരു സംഭവം അല്ലെങ്കിൽ കൂടിയും പുറകെ ഇരിക്കുന്ന ആൾക്ക് നന്നായിട്ട് ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ സാധിക്കുന്ന രീതിക്കാണ് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ ജെന്യൂൻ ആക്സസറി ലിസ്റ്റിൽ വരുന്ന ബാക്ക് ക്യാരിയറും ഇതിൽ പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ലഗേജസ് വേണമെന്നുണ്ടെങ്കിലും വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചിരിക്കുന്നത് വാഹനത്തിന്റെ റിയർ എൻഡിലാണ്. അതിന് കുറച്ച് കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഡിസൈൻ വൈസ് നമുക്ക് റോണിൻ നോക്കുമ്പോഴത്തേക്ക് ഒട്ടുമിക്ക ആളുകൾക്കും ഒട്ടും ഇഷ്ടമല്ലാതിരുന്നത് ഈ വാഹനത്തിന്റെ റിയർ എൻഡാണ്. കാരണം അത് ഒരു ക്രൂസർ ടൈപ്പ് ആണോ അല്ല, എന്നാൽ കമ്പ്യൂട്ടറിഷ് ആണോ അല്ല, അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് രീതിയിലുള്ള ഒരു ബാക്ക് ആൻഡ് ഡിസൈൻ ആയിരുന്നു. എന്നാൽ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് TVS അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ കുറച്ചും കൂടെ ഷാർപ്പർ ആയിട്ടുള്ള ഒരു റിയർ ഫെൻഡർ ഡിസൈൻ ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ബാക്കിൽ ഇപ്പോൾ ഒരു ടയർ ഹഗ്ഗറും കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ റോണിൻ നേരത്തെ ഉപയോഗിക്കുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കിൽ നിന്നും ചള്ള അടിക്കുന്ന ഒരു ഇഷ്യൂ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻബിൽഡ് ടയർ ഹഗ്ഗർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റോണിന്റെ ഒരു യുണീക്ക് സ്റ്റൈലിംഗ് എലമെന്റ് ആയിരുന്നു RX100. ഈ ബാക്കിലത്തെ ആ ഒരു ഫുൾ ചെയിൻ കവർ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പേര് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ വണ്ടി ബെൽറ്റ് ഡ്രൈവ് ആണോ എന്നുള്ളത്. കാരണം ആ ഒരു കവർ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ബിഗ് ബെൽറ്റ് ഡ്രൈവ് വാഹനങ്ങളുടെ പോലത്തെ ഒരു ഫീല് കൊടുക്കുമായിരുന്നു കാണുന്ന ആളുകൾക്ക്. എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തേക്ക് ആ ഒരു പീസ് അഴിച്ച് മാറ്റി വെച്ചാൽ മാത്രമേ പ്രോപ്പറായിട്ട് ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം അതും കണ്ടിട്ടാവണം TVS ഇപ്രാവശ്യം ആ ഒരു ഫുൾ കവറിങ് ഒഴിവാക്കിയിട്ട് നോർമൽ ടൈപ്പ് ഒരു ഹാഫ് കവർ ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വണ്ടി കുറച്ചും കൂടി ഒരു സ്ക്രാച്ച്
സ്ക്രാംബ്ലറിഷ് ലുക്ക് കൊടുക്കാനായിട്ട് ഈ ഒരു ടൈലൻറ്റിൻ്റെ ഡിസൈൻ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ചെയിൻ മെയിൻ്റെനൻസ് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനും ഈസിയർ ആക്കാനും വേണ്ടും ഇത് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്ന മഡ് ഫ്ലാപ്പ് ഏരിയ ഒക്കെ തന്നെ കുറച്ചും കൂടെ ഷാർപ്പറായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ ഹൈറ്റ് തോന്നിക്കുന്ന രീതിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ജനറേഷനെക്കാളും എനിക്ക് പേഴ്സണലി ഈ ഒരു ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കാം. നേരത്തെ നമുക്ക് ഈ ഒരു ഫെൻഡറിൽ വന്നിരുന്ന ഇൻഡിക്കേറ്ററിൻ്റെ പൊസിഷൻ മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡർ ആൻഡ് ഇൻഡിക്കേറ്റർ ഹോൾഡറിലാണ് അത് കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണിത്. അപ്പോൾ ഇത്രയാണ് ബാക്കിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. വെയിറ്റ് ഇല്ല, 160 കിലോ അല്ലേ ഉള്ളൂ, വലിയ വെയിറ്റ് ഇല്ല. ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. സീനൊന്നുമില്ല. കണ്ടോ വെയിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞാൽ വെയിറ്റ് ഉണ്ട്, പക്ഷേ അല്ലാണ്ട് കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പമില്ല. വണ്ടി ഓട്ടത്തിൽ അങ്ങനെ വലിയ വെയിറ്റ് ഇല്ല. ലേഡീസിന് ഹാൻഡിൽ ചെയ്യാം. സീറ്റ് വെയിറ്റ് കുറവാണ്, വലിയ വലിപ്പമില്ല, വണ്ടിക്ക് ഈസിയാണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് മിഡിൽ വേരിയൻറ്റിൽ ഡുവൽ ചാനൽ ABS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. അതെ, ഇതുവരെ നമുക്ക് ടോപ്പ് വേരിയൻറ്റിൽ മാത്രമേ ഡുവൽ ചാനൽ ABS കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ ഒരു മിഡിൽ വേരിയൻറ്റിലേക്കും TVS ഡുവൽ ചാനൽ ABS ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് യെസ്, ഡുവൽ ചാനൽ ABS വന്നുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സേഫ്റ്റി ആസ്പെക്ട് ഇമ്പ്രൂവ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ബാക്ക് ബ്രേക്കും കണ്ണു അടച്ച് ചവിട്ടാം, റിയർ ഡിസ്ക് ലോക്ക് ആവുന്നുള്ള പേടിയേ വേണ്ട. അതുകൊണ്ട് തന്നെ ഈ ഒരു വേരിയൻറ്റ് ഇപ്പോൾ കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി ആയിട്ട് മാറിയിരിക്കുകയാണ്. നേരത്തെ ഡുവൽ ചാനലിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് അവരുടെ ബഡ്ജറ്റ് പുഷ് ചെയ്ത് ടോപ്പ് എൻഡ് വേരിയൻറ്റ് തന്നെ എടുക്കുമായിരുന്നു. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ മിഡിൽ വേരിയൻറ്റ് തന്നെ അത് കിട്ടുന്നുണ്ട്. ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് ആൻഡ് ഫീലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അൺചേഞ്ച്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഓൾറെഡി റോണിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയായിരുന്നു. അതിന് ഈ ഒരു അഡീഷനോടെ കിട്ടിയപ്പോഴത്തേക്ക് ന്യൂബീസ് ആണെങ്കിലും പ്രോസ് ആണെങ്കിലും നിങ്ങൾക്ക് വളരെ കോൺഫിഡൻറ്റ് ആയിട്ട് ഈ ഒരു വാഹനം ഇപ്പോൾ ഓടിച്ചു നടക്കാൻ സാധിക്കുന്നതാണ്. ഇനി ബ്രേക്ക് ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് 300 mm ഡിസ്ക് ബ്രേക്കും ബാക്കിൽ 240 mm ഡിസ്ക് ബ്രേക്കും ആണുള്ളത്. ഫ്രണ്ടിൽ 2 piston ഫ്ലോട്ടിംഗ് ടൈപ്പ് കാലിപ്പറും ബാക്കിൽ സിംഗിൾ പിസ്റ്റൺ ഫ്ലോട്ടിംഗ് ടൈപ്പ് കാലിപ്പറും വന്നിട്ടുണ്ട്. ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ആ ഒരു സെയിം 225.9 cc സിംഗിൾ സിലിണ്ടർ എയർ ആൻഡ് ഓയിൽ കൂൾഡ് 4 valve 4 stroke എഞ്ചിനാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് OBD 2B കോംപ്ലയൻ്റ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഗവൺമെൻറ് എമിഷൻ നോംസ് പാലിക്കുന്ന ഒരു എഞ്ചിനാണിത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ പൊല്യൂഷൻ ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. വൺ ഓഫ് ദ മോസ്റ്റ് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് TVS റോണിൽ ഇരിക്കുന്നത്. അത് അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിലും TVS കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓടിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഏതൊരു റൈഡിങ് കണ്ടീഷനിലൂടെയും ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്ന ഒരു എഞ്ചിനാണ്. ഇനി മൈലേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 40 to 50 km/L മൈലേജ് തരാൻ സാധിക്കുന്ന ഒരു അടിപൊളി എഞ്ചിനാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂവിനെ പറ്റിയിട്ടോ മെയിൻ്റനൻസിനെ പറ്റിയോ ഒന്നും തന്നെ നിങ്ങൾ അധികം ആലോചിച്ച് തലപുണ്ണാക്കേണ്ട കാര്യമില്ല. വളരെ കുറഞ്ഞ റണ്ണിങ് കോസ്റ്റിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ബൈക്കും എഞ്ചിനുമാണ് ഈ ഒരു TVS റോൺ 225 എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ പ്രീവിയസ് ജനറേഷനുമായിട്ട് എക്സാക്ട് സെയിം ആണ്. സെയിം 9 spoke 17 inch അലോയ് വീൽസ് ആണ്, അതും ഡയമണ്ട് കട്ട് ഫിനിഷോട് കൂടിയിട്ട്. അതിൽ ഫ്രണ്ടിൽ 110 സെക്ഷനും ബാക്കിൽ 130 സെക്ഷനും ബ്ലോക്ക് പാറ്റേൺ ഡുവൽ പർപ്പസ് ടയറും കൊടുത്തിട്ടുണ്ട്. TVSൻ്റെ എക്സ്പ്ലോർ സീരീസിൽ വരുന്ന ടയേഴ്സാണ്. ഗ്രിപ്പ് ആൻഡ് ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ടയേഴ്സുമാണിത്. 43 mm ഗോൾഡൻ കളർ സെയിം 43 mm ഷോവ ഗോൾഡൻ USD ഫോക്സ് ആണ്. കട്ട് ചെയ്ത് 43 mm ഗോൾഡൻ കളർ സെയിം ഷോവ ഗോൾഡൻ USD ഫോക്സ് 43 mm. ഇല്ല, അതൊരു ഒരു രസമില്ല. അത് നിൽക്കുക ഒന്നുകൂടെ 43 mm സസ്പെൻഷൻ, മോണോ ഷോക്ക് അബ്സോർവേഴ്സ് ബാക്കിൽ വരുന്നു. ഇത് മാത്രമാണ് ഇത്ര തെറ്റുന്നത്. എനിക്ക് തൊണ്ട വരലുന്നോണ്ടായിരിക്കും. 43 mm അപ്സൈഡ് ഡൗൺ ഗോൾഡൻ 43 mm ഗോൾഡ് കളേർഡ് അപ്സൈഡ് ഡൗൺ ഇൻഹെയിൽ എക്സ്ഹെയിൽ പറഞ്ഞു കൊടുക്കുക അവർക്ക്. 43 mm ഗോൾഡ് കളർ അപ്സൈഡ് ഡൗൺ ഫോർക്ക്. ഷോവയുടെ ഷോയുടെ ആണ് പിന്നെ പറഞ്ഞാൽ പറ്റത്തില്ല, ഒറ്റ അടിക്കാൻ തന്നെ പറയണം. 41 mm ഗോൾഡ് കളേർഡ് ഷോവ USD ഫോർക്കാണ് നമുക്ക് ഫ്രണ്ടിലുള്ളത്. അതുപോലെ തന്നെ 7 step പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോ ഷോക്ക് അബ്സോർവേഴ്സ് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വലിയ പെർഫോമൻസ് ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഒരുമാതിരി എല്ലാ ടെറൈനിലൂടെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ തരത്തിൽ ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി സസ്പെൻഷനാണ്. നല്ല പ്രീമിയം ക്വാളിറ്റി സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹൈവേസിൽ ഓടിക്കുന്ന സമയത്തേക്കും സിറ്റീസിൽ ഓടിക്കുന്ന സമയത്തേക്കും നല്ല ഒരു ഹാൻഡ്ലിങ്, നല്ല ഷാർപ്പ് ആൻഡ് ലൈറ്റ് ഹാൻഡ്ലിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ സസ്പെൻഷൻ ട്യൂണിങ്, ആ ഒരു ഷാസി ബിഹേവിയറും ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. നല്ല മസ്കുലർ ഡിസൈനുള്ള ഒരു 14 ലിറ്റർ മെറ്റൽ ഫ്യൂൽ ടാങ്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ടാങ്ക് ബാഗ്സ് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ഉപയോഗിക്കാം. മാത്രമല്ല ഈ ഒരു 14 ലിറ്റർ ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ മൈലേജും വെച്ചിട്ട് നമുക്ക് നല്ല ഒരു ടാങ്ക് റേഞ്ച് ഇതിന് കിട്ടും. ഒരു 400 km+ ടാങ്ക് റേഞ്ച് നിങ്ങൾക്ക് ഒരു ഫുൾ ടാങ്ക് ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതൊരു നല്ല കാര്യമാണ് നമ്മൾ ടൂറിങ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 795 mm മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട്
വാഹനം ഓടിച്ചുകൊണ്ട് നടക്കാം. അതുപോലെ തന്നെ ബിഗിനേഴ്സിനും ഒരു പേടിയില്ലാണ്ട് ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്നതാണ്. എസ്പെഷ്യലി ഈ ലേഡി റൈഡേഴ്സ് ആണെങ്കിൽ കൂടി നിങ്ങൾക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ടി വി എസ് റോണിൻ എന്ന് പറയുന്നത്. 181 മില്ലിമീറ്ററിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ടെറൈൻസിലൂടെയും കോൺഫിഡന്റ് ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. സ്പീഡ് ബ്രേക്കേഴ്സ് ഒരു വിഷയമല്ല, ഓഫ് റോഡ് പാച്ചസ് ഒരു വിഷയമല്ല. പക്ഷേ ഈ ഒരു സീറ്റിംഗ് പോസ്റ്റർ മാത്രമേ ഉള്ളൂ ആ ഒരു ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി ഈ വാഹനത്തിന്റെ കുറയ്ക്കുന്നത്. പക്ഷേ റോഡ് പർപ്പസിന് ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പോസ്റ്ററാണ്. നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് വണ്ടിയിലിരിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ ഒരു പോയിന്റിലും നമുക്ക് സ്ട്രെസ് ഫീൽ ചെയ്യില്ല എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് എൻ്റെ കാല് നോക്കിയാൽ മനസ്സിലാവും, ഓൾമോസ്റ്റ് 90 ഡിഗ്രി ആംഗിളിലാണ് എൻ്റെ ഈ ഒരു നീ ഏരിയ വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ അപ്പർ ബോഡി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല റിലാക്സ്ഡ് ആയിട്ട് നിവർന്നിരുന്ന് ഓടിക്കാൻ പറ്റിയ രീതിക്കാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് എർഗണോമിക്സ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ലോങ് ടൂറിംഗ് സമയത്താണെങ്കിലും സിറ്റി കമ്മ്യൂട്ടിംഗ് ടൈമിലാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്ര പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. 1335 mm എന്തോ ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ല നിമ്പിൾ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. നമുക്ക് ചെറിയ സ്പേസ് കൂടെ ആണെങ്കിലും എടുത്തുകൊണ്ട് പോകാനും സിറ്റി ട്രാഫിക്കിലൂടെ ഫിൽറ്റർ ചെയ്യാനും ഒക്കെ തന്നെ നല്ല ഒരു ബൈക്കാണ്. 160 കിലോഗ്രാമാണ് ഇതിൻ്റെ കെർവ് വെയിറ്റ് വരുന്നത്. വെയിറ്റ് ഒത്തിരി ലൈറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ റോയൽ എൻഫീൽഡ് ബൈക്കുകളെ പോലെ അത്ര ഹെവി ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന പോലെയുള്ള ഒരു വെയിറ്റ് ആണ്. പക്ഷേ ഒരു ഹൈലൈറ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒട്ടും മനസ്സിലാവില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ടി വി എസ് എപ്പോഴും അവരുടെ വാഹനങ്ങളെ അതിൻ്റെ ആ ഒരു ഡൈനാമിക്സ് എഞ്ചിനീയർ ചെയ്യുന്നത്. കാരണം നല്ല ഹാൻഡ്ലിംഗ് എപ്പോഴും പ്രൊവൈഡ് ചെയ്താൽ ഓടിക്കുന്ന ആൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫീൽ കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിലാണ് അവരുടെ വാഹനങ്ങൾ ഡിസൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ അത് നമുക്ക് റോണിൻ്റെ കാര്യത്തിലും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ആ ഒരു ഡയമെൻഷൻ വൈസ് പറയാനുള്ളത്. ഇത്രയൊക്കെയാണ് വാഹനത്തിൽ വന്നിരിക്കുന്ന മെയിൻ ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ചെറിയ ചെറിയ എസ്തെറ്റിക് ചേഞ്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഈ ഒരു ഔട്ടർ റിംഗ് പോർഷൻ ബ്ലാക്ക് കളറാക്കി എന്നുള്ളത്, അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് ഫെൻഡറിൻ്റെ ക്ലാമ്പിങ് മാറ്റ് ബ്ലാക്ക് കളറിൽ കൊടുത്തു എന്നൊക്കെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് എസ്തെറ്റിക് ചേഞ്ചസ് പുതിയ വാഹനത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അവർ വരുത്തിയിട്ടുണ്ട്. അതൊന്നും നമുക്കിങ്ങനെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു ഫീച്ചറായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. മൊത്തത്തിൽ വാഹനത്തിൻ്റെ അപ്പീലിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയുള്ള ചെറിയ ചെറിയ ഡിസൈൻ എലമെൻറ്റ്സ് ആണ്. മീറ്റർ കൺസോളിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചും കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു സെയിം ഓഫ് സെറ്റ് ആയിട്ടുള്ള റൗണ്ട് LCD മീറ്റർ കൺസോൾ തന്നെയാണ് വന്നിരിക്കുന്നത്. 2 ABS റൈഡിംഗ് മോഡ്സ്, 2 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. റൈഡിംഗ് മോഡ്സ് എന്നല്ല, ABS മോഡ്സ് എന്ന് വേണം പറയാനായിട്ട്. റെയിൻ ആൻഡ് അർബൻ. റെയിൻ മോഡിൽ ഇടുമ്പോഴത്തേക്ക് ABS കുറച്ചും കൂടെ സെൻസിറ്റീവ് ആവും. അതുപോലെ തന്നെ നമുക്ക് 2 ട്രിപ്പ് മീറ്റേഴ്സ് വരുന്നുണ്ട്. ഡിസ്റ്റൻസ് ടു MT കാണിച്ചു തരും. ഓഡോമീറ്റർ വരുന്നുണ്ട്. ഒരു ഡിജിറ്റൽ ക്ലോക്ക് വരുന്നുണ്ട്. സർവീസ് റിമൈൻഡർ വരുന്നുണ്ട്. ഡിജിറ്റൽ ടാക്കോമീറ്റർ വരുന്നുണ്ട്. ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിച്ചു തരും. ഇനി നിങ്ങൾക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് എൻഡ് വേരിയൻറ്റ് തന്നെ എടുക്കേണ്ടി വരും. അതിൽ നിങ്ങൾക്ക് വോയിസ് കമാൻഡ് ഫംഗ്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ TVS റൈഡ് കണക്ട് ആപ്പ് വെച്ചിട്ട് ഒത്തിരി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അതിലും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടോടെ കേട്ട് നോക്കാം. അതുപോലെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് കാണും, സിംഗിൾ ടച്ച് സ്റ്റാർട്ടാണ് വരുന്നത്. നമുക്ക് ക്രാങ്ക് ചെയ്ത് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ട് വിട്ടാൽ തന്നെ സ്റ്റാർട്ടാകും. അതേപോലെ തന്നെ സൈലൻറ്റ് സ്റ്റാർട്ട് ഇതിൽ വരുന്നുണ്ട്. ഇത് വന്നിരിക്കുന്നത് ASG മോട്ടറാണ്. എന്ത് എന്നാണ് അതിന് അതിൻ്റെ ഫുൾ ഫോം സ്റ്റാർട്ടർ ജനറേറ്ററാണ്. ഓൾട്ടർനേറ്റർ സ്റ്റാർട്ടർ ജനറേറ്റർ മോട്ടറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഇതിൽ ഇങ്ങനെ കിട്ടുന്നത്. ഇപ്പോൾ എക്സോസ്റ്റ് നോട്ട് നോക്കാം. ഇതാണ് ഐഡ്ലിംഗ് സൗണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ബേസി ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ട് വേറൊരു വണ്ടിയിൽ കിട്ടില്ല എന്നുള്ളത് ഞാൻ എഴുതി വെച്ച് തരാം. കാരണം ഞാനൊരു റോണിന് ഓണർ ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഓരോരുത്തൻ്റെ ആ ഒരു ടോർക്കി എൻജിൻ പെർഫോമൻസും എക്സോസ്റ്റ് നോട്ടും എന്ന് പറയുന്നത്. അത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെയാണോ, പോലീസ് ഉൾപ്പെടെ. സോ ആ ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം എക്സോസ്റ്റ് മാറ്റേണ്ട ഒരു ആവശ്യത്തിൽ വരുന്നില്ല. ഉള്ളത് തന്നെ നല്ല ലൗഡാണ്, നല്ല സ്വീറ്റ് സൗണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് കൂടിയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെയാണ് അപ്പോൾ ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്, അതേപോലെ ഇത് ഓടിക്കാനുള്ള ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് പ്രൈസിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഈ കാണുന്ന മിഡിൽ വേരിയൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2,533,000 രൂപ എന്നാണ്. അത് ഈ കാണുന്ന ആ ഒരു സിൽവർ വേരിയൻറ്റിൻ്റെ പ്രൈസാണ്. ഇനി നിങ്ങൾക്ക് അതല്ല ആ ഒരു മാറ്റ് ബ്ലാക്ക് വേരിയൻറ്റ് വേണം, അതായത് ചാർക്കോൾ എംബർ കളർ വേണമെന്നുണ്ടെങ്കിൽ 2,02,288 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കളർ വാങ്ങിക്കാവുന്നതാണ്. അതായത് കൃത്യം സ്ട്രിക്റ്റ് ആയിട്ട് 2 ലക്ഷം രൂപ ബഡ്ജറ്റിനുള്ളിൽ നിങ്ങൾക്കൊരു 200cc പ്ലസ് ബൈക്ക് വാങ്ങണമെന്നാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ പറ്റിയ മോഡൽ തന്നെയാണ് TVS റോണിൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് റോണിന് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് കൂടിയാണ്. ഇനി മറ്റു വേരിയൻസ് നിങ്ങൾക്ക് നോക്കാനായിട്ട് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനിപ്പോൾ ഹോൺ അടിച്ച് ബേസ് വേരിയൻറ്റും ടോപ്പ് വേരിയൻറ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ 3 വേരിയൻസ് തമ്മിൽ ഏകദേശം 15,000 രൂപയുടെ ഒരു പ്രൈസ് ഗ്യാപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1,71,877 രൂപയാണ് ഓൺ റോഡ് കോട്ടയം പ്രൈസ് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ പ്രൈസ് എല്ലാം തന്നെ ഓൺ റോഡ് പ്രൈസസ് ആണ്. ഇനി നിങ്ങൾക്ക് ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന അഡീഷണൽ എന്ന് പറയുന്നത് കളറിൽ വരുന്ന ചേഞ്ചുകളും അതുപോലെ തന്നെ
ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് കൂടിയിട്ടുള്ള മീറ്റർ കൺസോൾ വരും എന്നുള്ളതുമാണ്. അതേപോലെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് പോലെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് കൂടെ അതിൽ അപ്ഗ്രേഡേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപ കൂടെ കൊടുത്താൽ 2,11,990 രൂപയ്ക്ക് ആ ടോപ്പ് വേരിയൻറ്റ് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഈ ഒരു ടോപ്പ് വേരിയൻറ്റിൻ്റെയും ബേസ് വേരിയൻറ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാണാനായിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം ലൈക്സും കമൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വേരിയൻറ്റിൻ്റെ ആണോ കാണാൻ ഇഷ്ടം, ടോപ്പ് ആണെങ്കിൽ ടോപ്പ് എന്ന് കമൻറ്റ് ചെയ്യുക, ബേസ് ആണെങ്കിൽ ബേസ് എന്ന് കമൻറ്റ് ചെയ്യുക. കമൻസിൻ്റെ എണ്ണോ ലൈക്സിൻ്റെ എണ്ണോ നോക്കിയിട്ട് നമ്മളത് ചെയ്യുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുള്ളൂ. നമുക്ക് മുതലാകുമോ എന്നറിയണമല്ലോ ഈ സാധനങ്ങളൊക്കെ. സോ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ഒരു 2025 മോഡൽ TVS റോണിനെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു വാഹനം വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണാൻ വരെ ഇറ്റ്സ് മീ ജിൻസ് ആയിരിക്കും. അങ്ങനെ അല്ലയോ, അങ്ങനെ പറയണം. അയ്യോ എക്സോസ്റ്റ് അഭിനയിക്കിട്ടുന്നില്ല, വരുന്നില്ലത് സാധാരണ അങ്ങോട്ട്. അയ്യോ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കുന്നത്. അല്ല, നീ ക്യാമറ കൊണ്ട് എന്നെ മൂടിക്ക് നിൽക്കുക. പക്ഷെ ഇതൊന്നും അന്നേരം പറയണ്ടേ. അത് വേണ്ട, സാധാ മതി.